പുരുഷന്മാർ സ്ത്രീകളെ മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, തല്ലുന്നു, അടിച്ചമർത്തുന്നു, പുച്ഛിക്കുന്നു. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. പക്ഷെ നമ്മൾ കാര്യങ്ങളുടെ ടോട്ടാലിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഏകദേശം എല്ലാ കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. എന്തുകൊണ്ടെന്നോ, ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ തന്നെ വലത് കൈ നിങ്ങളുടെ ഇടത് കൈയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തൊരവസ്ഥയായിരിക്കും ഇത്? വലത് കൈ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ഇടത് കൈക്ക് ഒട്ടും ആരോഗ്യമില്ല. ഇങ്ങനൊരു വ്യക്തിയെ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയെന്ന് വിളിക്കുമോ? ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ആരോഗ്യത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഹെൽത്തി ആണെന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടുമില്ല. അതുപോലെ തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും. അവർ എന്തോ വ്യത്യസ്തരായ രണ്ട് കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഒരു ജീവന് തന്നെ രണ്ട് ഭാഗങ്ങളാണ്, ഇടതും വലതും പോലെ. ഈ ലോകത്ത് സ്ത്രീകൾ നന്നായാൽ, അവർ കൂടുതൽ സ്വാതന്ത്ര്യം നേടിയാൽ, അവർ മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സ്ത്രീകൾക്ക് മാത്രമല്ല. സ്ത്രീകൾ മറ്റൊരു ഗ്രഹത്തിലല്ല ജീവിക്കുന്നത്, പുരുഷന്മാർ വ്യത്യസ്തമായ ഒരു ഗ്രഹത്തിലല്ല ജീവിക്കുന്നത്. രണ്ടുപേരും ഒരേ പ്ലാനറ്റിലാണ്. ഒരാൾ മെച്ചപ്പെട്ടൊരു ജീവിതം കൈവരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഗുണകരമാണ്. പറയുന്നത് സ്ത്രീകൾ മുക്തി നേടുന്ന ദിവസം മാത്രമേ പുരുഷന്മാർക്കും യഥാർത്ഥത്തിൽ മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്.